പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ചില കാരണങ്ങളാൽ ഉടനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഉടനെ ചെയ്യാൻ സാധിച്ചില്ല. മറ്റൊന്ന് ചെയ്യാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്. നമ്മൾ 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തത്. ഇനിയും 9 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് നമുക്ക് 9 മുതൽ 14 വരെ തീർക്കാൻ നോക്കാം. അപ്പോൾ ദൈവം കർത്താവ് നമ്മൾ പഴയ നിയമത്തിലെ ഉണ്ടായിരുന്ന ജനതയുടെ പരിച്ഛേദന ഉടമ്പടിയെ പറ്റിയാണ് ഇനിയും പറയാൻ പോകുന്നത്. ദൈവം പറയുന്നത് പുതിയ ഉടമ്പടി ഉണ്ടാക്കുക. അപ്പോൾ അബ്രഹാമുമായിട്ട് ഉടമ്പടി അവിടുന്ന് ദൃഢതര ഉടമ്പടി ചെയ്തു. അതുകൊണ്ട് പ്രയോജനമില്ല. മനുഷ്യൻ എപ്പോഴും അവൻ മനുഷ്യൻ തന്നെയാണ്, നരൻ തന്നെയാണ്. അതവന് എപ്പോഴും ആ ലൗകികമായ ദൈവത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അവൻ്റെ മനസ്സ് ബോധപൂർവം തന്നെ അങ്ങോട്ട് ചായുകയാണ്. അത് ദൈവം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിനെ വീണ്ടും വിളിച്ച് ഉടമ്പടി ചെയ്തു കൊടുത്തത്, പുതിയ ഉടമ്പടിയിൽ ഏർപ്പെടാൻ പോകുന്നത്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇന്നതാണ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ കർത്താവ് അതുകൊണ്ട് ഇനിയും നിൻ്റെ തലമുറകൾ തോറും ഞാൻ ഈ ഉടമ്പടി പുതുക്കും പാലിക്കും എന്നാണ് അബ്രഹാമിനോട് പറഞ്ഞത് കർത്താവ്. അബ്രഹാമല്ല, ഇത് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അബ്രാഹം എന്നാണ് പേര് മാറ്റി അബ്രഹാം എന്നുള്ളത്. സാറായി എന്നുള്ളത് സാറ എന്നാക്കി. കാരണം ദൈവം വിളിച്ച് വേർതിരിച്ചവരാണ് അവർ രണ്ടുപേരും. ദൈവം തൻ്റെ ഇംഗിതത്തിന് വേണ്ടി തൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി എപ്പോഴും പേര് വിളിച്ച് മാറ്റി നിർത്തി. അപ്പോൾ ആ പുതിയ പേര് പഴയ മനുഷ്യനെ കളഞ്ഞു, പുതിയ പേര് സ്വീകരിക്കുന്നു. ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അത് ക്രൈസ്തവരെല്ലാവരും തന്നെ അങ്ങനെയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ രണ്ടാം ജന്മമാണ്, ദ്വിജന്മാരാണ്. അതായത് രണ്ടാം ജന്മം ക്രിസ്തുവിൽ മാമോദീസായിലൂടെ സ്നാനപ്പെട്ട് രണ്ടാം ജന്മം പ്രാപിച്ചവരാണ്. അവർ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാണ്. വിശുദ്ധ അപ്പസ്തോലൻ പൗലോസ് അപ്പസ്തോലൻ പറയുന്നുണ്ട്, നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാവുകയാണ് അതോടെ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് അതുമായിട്ട് പ്രത്യേകിച്ച് പഴയ മനുഷ്യരുമായിട്ട് ഉള്ള ഒരു ഇടപാടുകളും പിന്നീട് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പേര് വിളിച്ച് മാറ്റി നിർത്തി നമ്മൾ ജ്ഞാനസ്ഥാനത്തിലൊക്കെ പുതിയ പേര് സ്വീകരിക്കുന്നു. വൈദികരും പുതിയ പേര് സ്വീകരിക്കും. പൗരോഹിത്യത്തിലേക്ക് വരുമ്പോൾ മെത്രാന്മാരും അവരെല്ലാം അങ്ങോട്ട് ഉള്ളവർ എല്ലാവരും തന്നെ പുതിയ പേര് സ്വീകരിച്ചു, പുതിയ ദൗത്യം ഏറ്റെടുക്കുകയാണ് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന്. കാരണം അവർ സ്വന്തമായിട്ടല്ല, ക്രിസ്തു കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്. അതാണ് അവിടുത്തെ അതിൻ്റെ പ്രത്യേകത. ആ ദൗത്യം അവരെ ഏൽപ്പിക്കുന്നത്. സഹായത്തിന് പരിശുദ്ധാത്മാവുണ്ട്. ഞാനിവിടെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലർ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു 2 വീഡിയോകളിൽ ഇങ്ങനെ കണ്ട്, ഞാൻ അങ്ങനെ നോക്കുന്നതല്ല, അല്പഭാഗം നോക്കിയപ്പോൾ ഓരോരുത്തർ കമൻറ്റുകൾ ഇട്ടിരിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് ഞാൻ നോക്കിയതാണ്. കാരണം ഈ ദൈവത്തോട് വിഘടിച്ച് നിൽക്കുന്നവരെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളവർ. കാരണം ദൈവത്തോട് 100% ബൈബിളിനോട് നീതി പുലർത്താത്തവർ ദൈവത്തോട് വിഘടിച്ച് നിന്ന് സാത്താന് അനുകൂലമായിട്ട് നിൽക്കുന്നവരാണ്. സാത്താൻ അവരെ അങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തി തൻ്റെ ഇംഗിതത്തിന് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു കണ്ടപ്പോൾ ഞാൻ കമൻറ്റ്സ് എന്തുമാത്രമാണെന്ന് നോക്കി. കമൻറ്റ് ഇടുന്ന കുറേ പേര് ക്രിസ്ത്യൻ നാമധാരികളാണ്. അവർ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന സഭക്കാരനാണ്, ഇന്ന കൂട്ടായ്മക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരിൽ പക്ഷേ കത്തോലിക്കരെന്ന് പറഞ്ഞ 2 പേരെയും കൂടെ ഞാൻ കണ്ടവർ, ഞങ്ങൾ കത്തോലിക്കാണ്. എന്നിട്ട് എനിക്ക് ഇപ്പോഴാണ് ആ ഒരു വിശ്വാസം വന്നത്.
എന്നും പറയുന്നു. എന്തുവാ സഭ കർത്താവ് സ്ഥാപിച്ച സഭ ഇല്ല, സ്ഥാപിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോഴങ്ങനെ ഓരോന്നും ഇനിയും എന്നിട്ട് പറയുന്നത് ത്രിത്വം എന്ന് പറയുന്നത് വെറുതെയാണെന്ന്. ദൈവം ഒന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ പുത്രനും പരിശുദ്ധാത്മാവും ഒന്നുമില്ല. അതിന് അവർ ത്രിത്വവാദികളെന്നും പറഞ്ഞ് കത്തോലിക്കരാണ് അങ്ങനെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പെന്തിക്കോസുകാരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പെന്തിക്കോസുകാരും പരിശുദ്ധാത്മാവിനെ പറയുന്നുണ്ട്, പുത്രനായ യേശുവിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ഇത് ഏത് കൂട്ടരാണെന്ന് പറയുന്നത്? അപ്പോൾ ഇത്രയും വിവരമില്ലാത്തവരെ ഈ ബൈബിൾ കൈകാര്യം ചെയ്യുകയോ അത് സംബന്ധിച്ചുള്ള പറയുകയോ അത് മറ്റുള്ളവർ സാമാന്യ ജനതകൾ കേൾക്കുകയോ ചെയ്യരുത്. അത് തള്ളിക്കളയണം. അത് നമ്മൾ അർഹിക്കുന്ന അവരുടെ പരിഗണനയോടുകൂടി തന്നെ അങ്ങ് അതിനെ നിന്ദ്യമായിട്ട് തള്ളിക്കളയുക അവരുടെ കാര്യങ്ങൾ. കാരണം അത്രയ്ക്കുള്ളതാണ്. കാരണം ഞാൻ ഇത് പറയാൻ കാരണം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ക്രൈസ്തവ വിശ്വാസികൾക്ക് നമുക്ക് ലജ്ജ തോന്നും, വേദന തോന്നും. കാരണം അങ്ങനെ തോന്നണം, അല്ലെങ്കിൽ അവർ ക്രിസ്ത്യാനികളല്ല. അപ്പോഴങ്ങനെയുള്ളവരുടെ പഠിപ്പിക്കലുകളൊക്കെ നമ്മൾ അറിവുള്ളവർ കേൾക്കാൻ പോകരുത്. ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നവരും ആരാധിക്കുന്നവരും ഒന്നും, ആരാധനകളിൽ പങ്കെടുക്കുന്നവരും ഒന്നും അത് കേൾക്കാൻ പോകരുത്. കാരണം വഴി തെറ്റിപ്പോകും. കാരണം കത്തോലിക്കനെന്ന് പറഞ്ഞ 2 പേര് പോലും അവർ പറഞ്ഞ ഇപ്പോഴാണ് അറിവ് കിട്ടിയത്, ഇങ്ങനെ ഒന്നുമില്ല, പുത്രനാരാ, എന്തുവാ പുത്രൻ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് ബോധം കെട്ടവർ. പിശാച് അത്രത്തോളം അവരെ കീഴടക്കി. വ്യാജ പ്രവാചകന്മാരൊക്കെ വരുമെന്ന് പറഞ്ഞത് ഇതാണ്. ഇങ്ങനെയാണ് ഓരോ സമയത്ത് വ്യാജ പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലുമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഭിന്നിപ്പുണ്ടായത്. ആദ്യം മുതൽ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ആ ശിഷ്യന്മാരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ബൈബിൾ ആചരിച്ചുകൊണ്ട് വന്ന 1500 അതൊക്കെ മാറ്റം വരുത്തി എടുക്കണമെങ്കിൽ അത് പിശാചിൻ്റെ വേലയാണ്. എന്നിട്ട് അതിനെ പൊക്കി പിടിച്ചും കൊണ്ട് അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ വ്യാജ പ്രവാചകന്മാർ ഇറങ്ങിയാണ് വ്യാജമായിട്ടുള്ള കൂട്ടായ്മകൾ സ്ഥാപിച്ച് ആഴ്ചതോറും ഓരോന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കൂട്ടായ്മകൾ അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ. എന്നിട്ട് അതും ഒരു കേമത്തരമായിട്ട് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്, ആണ് വിശദീകരിക്കുന്നത്. എന്നിട്ട് കത്തോലിക്കരെ ഇത് കുറ്റം വിധിക്കുന്നത് ഒക്കെ വലിയ രസമാണ്. അപ്പം അത് അത് മറ്റുള്ള അത് കേട്ട് തള്ളി അത് കേൾക്കാൻ പോകരുത്, ഉടനെ ഓഫ് ചെയ്യുക. അങ്ങനെയുള്ള ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ളതൊന്നും കേൾക്കാൻ പോകരുത്. കാരണം അവർ ശപിക്കപ്പെട്ടവരാണ്. അങ്ങനെ തന്നെയാണ്. അവരെന്തെങ്കിലും തിരിഞ്ഞു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അവരോട് ക്ഷമിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അതിനുള്ള വഴിയൊരുക്കാൻ വേണ്ടി. അങ്ങനെ ധാരാളം പേര് വന്നിട്ടുണ്ട്. പാസ്റ്റർമാരായിട്ടും മറ്റുള്ളവരുമായിട്ടുമൊക്കെ വന്നിട്ടുള്ള പലർ കഴിഞ്ഞിരുന്നവരൊക്കെ വിശ്വാസം സ്വീകരിച്ച് കത്തോലിക്ക സഭയെ ആശ്ലേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പഠനത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഞാനൊന്നും പറഞ്ഞത് ആ ഒരു വേദന കൊണ്ടാണ്. നമ്മൾ ജാഗരൂകരായിട്ടിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയുള്ളവരെ പറ്റിയാണ്, ഈ പഠിപ്പിക്കലുകളെ പറ്റിയാണ്. അതിന് വിശദമായിട്ട് ഞാൻ മുൻപ് ഒരു നവംബറിൽ ആദ്യം എങ്ങാണ്ടാന്ന് തോന്നുന്നു ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലൂടെ ഇനിയും വേണമെങ്കിലും അത് ചെയ്യാം. അപ്പോൾ നമുക്ക് 9 മുതലുള്ള കാര്യം പറയാം. 8 നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്ക് ശേഷം നിൻ്റെ സന്തതികൾക്കുമായി ഞാൻ തരും. എന്നെന്നും അത് അവരുടേതായിരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അപ്പോൾ അബ്രാഹാമിനെ വിളിച്ച് അബ്രാഹാം ആക്കി. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അബ്രാഹത്തോടാണ് പറയുന്നത്. ഈ അബ്രാഹം എന്ന് പറയുന്ന പേര് അബ എന്ന് പറയുമ്പോൾ പിതാവ് എന്നാണ് അർത്ഥം. അതായത് അപ്പൻ, പിതാവ്. അല്ല, പിതാവ് ദൈവമല്ല. അപ്പോൾ പിതാവ്. റാഹ് ഉയർത്തപ്പെട്ടവൻ, മഹിമയുള്ളവൻ, മഹത്വവൽക്കരിക്കപ്പെട്ടവൻ, ഉന്നതനായ നേതാവ്, ഉന്നതനായ പിതാവ് എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് അതിന് റാഹ്. അപ്പോൾ അബ്രാഹം എന്ന് പറഞ്ഞാൽ ഇത് ഹീബ്രു ഭാഷയിലെ വാക്കുകളാണ് പറഞ്ഞത്, ഹീബ്രുവിൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതായത് ദൈവത്താൽ
മഹത്വവൽക്കരിക്കപ്പെട്ട് ഉയർത്തപ്പെട്ട ഉന്നതനായ പിതാവ്, ആ സമൂഹത്തിൻ്റെ പിതാവ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് സാറായ സാറായി എന്നുള്ളത് സാറായാക്കി മാറ്റി. ഞാനതിൻ്റെ ആ വാക്കുകളുടെ ഘടന വിഭജിച്ച് പറഞ്ഞായിരുന്നു. ശരിയാ, ഈ കാര്യം പറഞ്ഞില്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഇനി മുതൽ അബ്രാഹം ആണ്, സാറായാണ്, സാറായി അല്ല. അപ്പോൾ അങ്ങനെ കർത്താവ് പറയുന്നു, ഞാൻ അവർക്ക് എന്നെന്നും നിൻ്റെ സന്തതികൾക്കുമായിട്ട് ഈ ദേശം മുഴുവനും തരും. ഇതാ ഉടമ്പടിയാണ് പറയാൻ പോകുന്നത്. നേരത്തെയും പറഞ്ഞു, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉദ്ഭവിക്കും, അങ്ങനെ ഒരുപാട് തലമുറ സന്തതികളൊക്കെ നിനക്ക് എല്ലാവരും ഉണ്ടായിരിക്കും, അവരുമായിട്ട് ഞാൻ ഉടമ്പടി സ്ഥാപിക്കും. എന്നിട്ട് 9 പറയുന്നുണ്ട്, ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചു, നീ നിൻ്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം. തലമുറകൾ തോറും ഈ ഉടമ്പടികൾ ഉണ്ടാക്കും, ഇത് പാലിക്കണം. പുതുക്കിക്കൊണ്ടിരിക്കും ദൈവം, ഒരുപാട് ദൈവം പുതുക്കുന്നുണ്ട് ഈ ഉടമ്പടി. നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ്, നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം. അതാണ് ഉടമ്പടി. അപ്പം നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം. ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത്. നിങ്ങളിൽ 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം. നിൻ്റെ വീട്ടിൽ പിറന്നവനോ നിൻ്റെ സന്താനങ്ങളിൽപ്പെടാത്ത വിലയ്ക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ, തലമുറ തോറും എല്ലാ പുരുഷന്മാർക്കും പരിച്ഛേദനം ചെയ്യണം. നിൻ്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം. അങ്ങനെ എൻ്റെ ഉടമ്പടി നിൻ്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും. പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം, അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ ആ പരിച്ഛേദനം ശരീരത്തിൽ സ്വീകരിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. കർത്താവ് അത്ര നിഷ്കർഷയോടെ അത്ര പ്രാധാന്യത്തോടെ കൊടുത്ത ഒരു ഉടമ്പടിയാണ്. പക്ഷേ നമ്മൾക്ക് കാണാൻ പോകുന്നത് ഇനിയുള്ള അധ്യായങ്ങളിൽ ഈ ഉടമ്പടി ചെയ്തുകൊണ്ട് വല്ല കാര്യവും ഉണ്ടായോ? ഈ ജനങ്ങൾ ഒരു ഉടമ്പടി ചെയ്തുകൊണ്ട് ഒരു കാര്യവും ഒരു മെച്ചവും ഉണ്ടായില്ല. അവർ പൂർവാധികം പാപത്തിലേക്ക് തിരികെയാണ് ചെയ്തത്. ഉൽപ്പത്തിയിൽ ആദ്യമൊക്കെ പറയുന്ന പ്രളയത്തിന് മുൻപായിട്ടുള്ളതും കാര്യങ്ങൾ പോലെ സൊദോം ഗൊമോറ പോലെയൊക്കെയുള്ള പ്രദേശങ്ങളൊക്കെ അങ്ങനെ വന്നതാണ്. അപ്പോൾ അവിടെ അപ്പോൾ വീണ്ടും തിന്മയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉടമ്പടി കൊണ്ട് രക്ഷയുണ്ടായോ? ഇങ്ങനെയുള്ള ഈ പരിച്ഛേദനം കൊണ്ട്. പരിച്ഛേദനമായിരുന്നു ഉടമ്പടി. നിൻ്റെ മാംസത്തിൽ ആ അടയാളം മരണത്തോളം ആ ശരീരം ഉള്ളിടത്തോളം കാലം ശരീരത്തിലുണ്ടായിരിക്കും. അപ്പോഴവൻ ദൈവത്തെ ഓർക്കും. ദൈവത്തെപ്പറ്റി ഞാൻ ദൈവത്തിൻ്റേതാണ്, ഞാൻ മറ്റു വഴിക്ക് പോകാൻ പാടില്ല, മറ്റ് ദൈവങ്ങൾ എനിക്കില്ല, മറ്റ് വിഗ്രഹങ്ങളൊന്നും എനിക്കില്ല എന്നുള്ള ചിന്ത ഉണ്ടാകും എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. പക്ഷേ കർത്താവിന് നേരത്തെ അറിയാം ഇതൊക്കെ. ഈ കർത്താവെന്നും ദൈവമെന്നും പറയുന്നതൊക്കെ ഒന്നാണ്. അത് ഞാൻ കുറേ പേര് ഇതിലൊക്കെ പറയുന്നത് രണ്ടും രണ്ടാണെന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാൻ വയ്യാതെ ഞാൻ പറഞ്ഞ ഈ ഒന്നും അറിയാൻ വയ്യാതെ കയറിയിരുന്ന് ഓരോരുത്തരും ഓരോന്ന് പറയാനും പഠിപ്പിക്കാനും കമൻ്റ് ഇടാനും ഒക്കെ ഇരിക്കരുത്. ബൈബിളൊന്നും ശരിക്കും പഠിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ചിലരൊക്കെ ഒന്നും പഠിക്കാതാണ്. ഒരു പാസ്റ്റർ പറയുന്നത് കേട്ടു, ചാത്തന്നൂരാണ്ടുള്ള, എന്നിട്ട് കമൻ്റ് ഇടുന്നവരോടൊക്കെ ദേഷ്യപ്പെടുന്ന കണ്ടു കേട്ടു. അപ്പം പഠിച്ചവരാരും അങ്ങനെയൊന്നും ചെയ്യണ്ട. കമൻ്റ് ഇടുന്നവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. കാരണം അവർക്ക് വിവരമില്ലാത്തവരും അറിയാൻ വയ്യാത്തവരുമാണ്. അപ്പോൾ അവരെ പഠിപ്പിക്കേണ്ടുന്നവർ പഠിപ്പിക്കാൻ തുടങ്ങുന്നവർ അത് ലളിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം അവരുടെ കൂട്ടായ്മയിലുള്ളവർ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പം പറയുന്ന ഈ പരിച്ഛേദനം കൊണ്ട് ദൈവം തന്നെ പിന്നെ അത് പരിവേദനം ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ഈ ജനത്തിന് ഒരു പ്രയോജനം ഉണ്ടായില്ല, ഈ പരിച്ഛേദനമല്ല വേണ്ടിയതെന്ന്. അപ്പോൾ ഞാൻ ഈ പരിച്ഛേദനവാദികൾ ഇപ്പോഴും പറയുന്നുണ്ട് പരിച്ഛേദനം. ഇപ്പം പരിച്ഛേദനം ഇപ്പോഴും ശരീരത്തിൽ പേറുന്നവർ ഏറ്റവും വലിയ തിന്മപ്പെട്ടവരും തിന്മയിലേക്ക് തന്നെ ഉള്ളവരും ആയി മാറിയിരിക്കുകയാണ്. അതവർ സ്വയം അഭിമാനമായിട്ട് ഏറ്റുപറയുന്നവരാണ്. അപ്പോൾ ശരീരത്തിലെ പരിച്ഛേദനം കൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ നമ്മൾ അത് 13 നമ്മൾ കണ്ടു.
അങ്ങനെ എൻ്റെ ഉടമ്പടി നിൻ്റെ മാംസത്തിൽ ശാശ്വതമായി നിലനിൽക്കും. അക്കാലത്ത് ദൈവവുമായിട്ട് ശാശ്വതമായ ഉടമ്പടി ബന്ധത്തിൽ ജനത്തെ ഏർപ്പെടുത്തുന്നതിന് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ അവൻ്റെ ശരീരത്തിലാക്കണമെന്ന്. കാരണം നമ്മൾ നേരത്തെ കണ്ട് ദൃഢതര ഉടമ്പടി ചെയ്തപ്പോൾ ഉടമ്പടി ലംഘിച്ചവൻ ഇവനെ നുറുക്കണം, കഷണമായിട്ട് നുറുക്കി അവർ ആരാധിക്കുന്ന ബലി അർപ്പിക്കുന്നിടത്ത് ബലിപീഠത്തിൽ കൊണ്ടുപോയിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോഴതനുസരിച്ച് നോക്കിയപ്പോൾ മനുഷ്യനെ എപ്പോഴും ലംഘിച്ചുകൊണ്ടിരിക്കുക, മനുഷ്യനെ എന്നും കൊന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? അത് ദൈവം ഇഷ്ടപ്പെട്ടില്ല. ദൈവം അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല മനുഷ്യനെ കൊല്ലുന്നതിന്. അതാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ എൻ്റെ തവണ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഉടമ്പടിയിലും രക്ഷയില്ല. അപ്പോൾ ഇവിടെ മനുഷ്യനെ ഒന്ന് രക്ഷിക്കാൻ ഒരു വഴിയുമില്ല. മനുഷ്യൻ ഇങ്ങനെ തന്നെയാണെന്ന് ദൈവത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അവൻ്റെ സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടി അവന് സ്വതന്ത്രമായ അവൻ്റെ ചിന്താ ശക്തികളോടും കൂടി അവനെ വിട്ടിരിക്കുകയാണ്. അതിൽ ദൈവം കൈകടത്തത്തില്ല. അപ്പം അങ്ങനെ ഒരു അടയാളം ശരീരത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഉടമ്പടി കൊണ്ട് അത് മായത്തില്ല. മനുഷ്യനെ അപ്പോൾ തൻ്റെ ആ ചിന്ത എപ്പോഴും താൻ ദൈവത്തിൻ്റേതാണ് ഈ അടയാളം കൊണ്ട് എന്നെപ്പോഴും ഉള്ള ചിന്ത അവന് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് ആ ഉടമ്പടിയുടെ ഗുണം ആയിട്ട് കണ്ടത്. അപ്പോൾ എന്നാലും മനുഷ്യനെന്താണ് സ്ഥിരം സ്വഭാവം, അവൻ്റെ സ്വഭാവം, അതായത് ദുഷ്ടനായവൻ്റെ സാത്താൻ്റെ പക്കലേക്കുള്ള ചായ്വ്, ലോകത്തിൻ്റെ ചായ്വ് അതാണല്ലോ. ലോകത്തിലോട്ടുള്ള ആ ചായ്വ് അവൻ സുഖഭോഗങ്ങളിലേക്ക് മാറുകയാണ്. ദൈവത്തിൻ്റെ വഴിവിട്ട് ലോകത്തിൻ്റെ ആയിട്ടുള്ള വഴിവിട്ട് പോക്കുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് അപ്പോൾ ആ പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ പരിച്ഛേദനം, ശരീരത്തിലെ പരിച്ഛേദനം നിരർത്ഥകമാണെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 12 അധ്യായം 2b എന്ന് പറയുമ്പോൾ 2 ചെറുവാക്യങ്ങളാണ് രണ്ടാം വാക്യത്തിൽ, അതിൽ ബി. അപ്പോൾ അവരുടെ നാവിൽ എപ്പോഴും അവിടുന്നുണ്ട്, ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല എന്നാണ് യെരമ്യാ പ്രവാചകൻ പറയുന്നത്. കർത്താവിനോട് പറയുകയാണ് യെരമ്യാ പ്രവാചകൻ, അവരുടെ ഹൃദയത്തിലില്ല, നാവിലുണ്ട്. ശരീരത്തിൽ ഇതുള്ളതുകൊണ്ട് നാവിലെപ്പോഴും അതവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിലില്ല. എവിടെയാണ് വരേണ്ടുന്നത്? ഹൃദയത്തിലാണ്, ശരീരത്തിൽ പേറുന്ന അടയാളമല്ല. എന്നിട്ടാണ് യെരമ്യാ തന്നെ 7 അധ്യായം 23 പറയുന്നുണ്ട്, എൻ്റെ വാക്ക് നിങ്ങൾ അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. കർത്താവ് പറയുകയാണ്, എൻ്റെ വാക്ക് നിങ്ങൾ അനുസരിക്കുന്നു. കർത്താവ് കണ്ടോ, ദൈവം ആയവന് എന്തും ചെയ്യാൻ വേണമെങ്കിൽ മൊത്തം സംഹരിച്ച് കളഞ്ഞിട്ട് പുതിയ ജനതയെ സൃഷ്ടിക്കാം. അതൊന്നും ചെയ്യുകയല്ല. ജനത്തിൻ്റെ ആ തെറ്റായ വഴിക്കൂടെ പോകുന്ന ജനത്തെ നേരെ കൊണ്ടുവരാൻ കർത്താവ് ഒരു മനുഷ്യനെപ്പോലെ തന്നെ അവിടെ പ്രവർത്തിക്കുകയാണ്, തൻ്റെ മാംസള ഹൃദയത്തോടുകൂടി. മനുഷ്യനതില്ല. അപ്പോൾ 7:23 എൻ്റെ ജനവുമായിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ജനങ്ങൾ അങ്ങനെ ആയോ? ഇല്ല. 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 7-ാം അധ്യായത്തിൽ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ എൻ്റെ പ്രവാചകന്മാരെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അയച്ചു. എന്തിനാ? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട മുതൽ പ്രവാചകന്മാരെ അവരെ നന്നാക്കിയെടുക്കാനായിട്ട്. എങ്കിലും അവരെ നിങ്ങൾ അനുസരിച്ചില്ല, ശ്രവിക്കുക പോലും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പോലും നിങ്ങൾ താല്പര്യപ്പെട്ടില്ല. ഇന്നത്തെ നമ്മുടെ അവസ്ഥ, നമ്മളെപ്പോഴും കൺവെൻഷൻ പന്തലുകളുടെ ധ്യാന കേന്ദ്രങ്ങളെല്ലാം പോയി അവിടെയൊക്കെ സജീവമായിട്ടിരിക്കും, കുറച്ച് ചൂട് വരും. എന്നാൽ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ പറയുന്നത് കേൾക്കാൻ പോലും ശ്രദ്ധിക്കത്തില്ല. അവിടെ വെച്ചുള്ള കാര്യം ഞങ്ങൾ എന്തെങ്കിലും നേടി, അവിടെ വെച്ചൊരു ഭക്തിയൊക്കെ കാണിച്ചു, ദൈവം പ്രസാദിച്ചു, ദൈവം അവൻ്റെ ഇത് കണ്ട് കരുണ ചെയ്തു. മറ്റുള്ളവരെ എല്ലാ കുടുംബത്തിലുള്ളവരെല്ലാം ഓർത്താണ് അതൊക്കെ ചെയ്യുന്നത്.
ആ കരുണയെ നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് അങ്ങ് മാറുകയാണ്. പിന്നെ നമ്മളെ ദിവസം തോറുമുള്ള ആരാധനകൾ, പ്രാർത്ഥനകളുണ്ട്. ഞായറാഴ്ചകൾ ആചരിച്ചുള്ള ആരാധനയുണ്ട്, വിശുദ്ധ കുർബാന ഉണ്ട്. അതിലൊക്കെ വചനങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് ശ്രവിക്കാൻ പോലും വയ്യാത്ത ഒരു ജനത. ഇന്ന് നമ്മുടെ ഒക്കെ അവസ്ഥ അതല്ലേ? അതുപോലും കേൾക്കാൻ വയ്യ. എനിക്ക് ഒരുപാട് മറ്റ് വീട്ടുകാര്യങ്ങളുണ്ടെന്നൊക്കെയാണ് നമ്മുടെ കൂട്ടായ്മയിലും ഒക്കെ ഉള്ളവരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അതൊക്കെ നോക്കണം. വചനം ശ്രവിക്കാനിരുന്നാൽ അത് ഉറക്കം വരും, ക്ഷീണം വരും, ക്ഷീണമാണ് എന്നൊക്കെയുള്ള തുറന്നൊക്കെ പറയുമല്ലേ. എന്തൊക്കെയാണ് പറയുന്നത് അറിഞ്ഞുകൂടാ. അത് വിശേഷം പറയാൻ കടപ്പെട്ടവർ പോലും ഇതാണ് പറച്ചിൽ. അത് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് വീണ്ടും ജനം പോകുന്നത്. കർത്താവ് അതിനെപ്പറ്റി പരിതപിക്കുകയാണ്. ഇനിയും ഞാനതുകൊണ്ട് പഴയ നിയമത്തിലെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയാം. കാരണം എന്തുമാത്രം ഈ പരിച്ഛേദനത്തെ ദൈവം തന്നെ അവസാനം ഇല്ലാതാക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത്. അല്ലാതെ സഭയിൽ നിന്നല്ല. ജെറമ്യായുടെ 9:25 പറയുന്നുണ്ട്. ഇന്നും ജെറമ്യ 9:25 ഒന്നെടുക്കാൻ വാക്യം. പരിച്ഛേദിതരെങ്കിലും അപരിച്ഛേദിതരായ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുന്ന ദിവസം ഇതാ വരുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ വളരെ സ്പഷ്ടമായിട്ട് ഈ ശരീരത്തിൽ പേറുന്ന ആ പരിച്ഛേദനം തെറ്റാണെന്ന് വരെ ദൈവം തുറന്നു പറയുകയാണ്. ഇവിടെ പരിച്ഛേദിതരെങ്കിലും അപരിച്ഛേദിതരായവർ എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിൽ പരിച്ഛേദനമുണ്ട്, ഹൃദയത്തിൽ പരിച്ഛേദനമില്ല. അവരെയാണ് എങ്കിലും അപരിച്ഛേദിതരാണെന്ന് പറയുന്നത്. അങ്ങനെ അപരിച്ഛേദിതരായ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുന്ന ദിവസം ഇതാ വരുന്നു. അപ്പോൾ എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, മറ്റ് മരുഭൂവാസികളും മറ്റ് ഈജിപ്ത്, ഏദോം, അമ്മോനിയർ, മോവാബ്യർ, മരുഭൂവാസികൾ എല്ലാവരും തന്നെ അപരിച്ഛേദിതരായിരുന്നു. അവർക്കാർക്കും പരിച്ഛേദനമില്ലായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഭവനമാകട്ടെ പരിച്ഛേദന ഉണ്ടെങ്കിലും മുഴുവൻ ഹൃദയത്തിൽ അപരിച്ഛേദിതരാണ്. ആ ജനം മുഴുവനും ഹൃദയത്തിൽ അപരിച്ഛേദിതരാണ്. അപ്പോൾ നോക്കണേ, അവിടെ തുറന്ന് പറയുകയാണ് കർത്താവ്. പഴയ നിയമത്തിൽ ഏറ്റവും സ്പഷ്ടമായിട്ട് ക്ലിയറായിട്ട് പറയുന്ന ഒരു ഭാഗമാണിത്, ശരീരത്തിലെ പരിച്ഛേദനത്തിൻ്റെ കാര്യം. അപ്പോൾ പുതിയ നിയമത്തിൽ ഈ പരിച്ഛേദനം കർത്താവ് യേശു എന്തിനാ വന്നത്? കർത്താവ് എന്തിനാ വന്നത്? ഇത് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിയമങ്ങളെ ഒന്നും ഇല്ലാതാക്കാനല്ല വന്നത്, പിന്നെയോ അതിനെ പുനരുദ്ധരിക്കാനാണ് വന്നത്, പുതുക്കാനാണ് വന്നത്. അത് പൂർത്തീകരിച്ചിട്ടാണ് പുതുക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, അപ്പോൾ കർത്താവ് അയച്ച പ്രവാചകന്മാരെ ആരെയും ശ്രവിക്കാൻ പോലും കൂട്ടാക്കിയില്ല. പിന്നെ ശരീരത്തിൽ പരിച്ഛേദനം ഉണ്ടെങ്കിലും അവർ ഇവിടെ പറയുന്നുണ്ട് ആത്മാവിൽ ഹൃദയത്തിൽ പരിച്ഛേദനമില്ലാത്തവരാണ്. അപ്പോൾ ശരീരത്തിലെ പരിച്ഛേദനമല്ല പ്രധാനം, ആത്മാവിലെ പരിച്ഛേദനമാണെന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് പറയാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 44-45 വാക്യങ്ങൾ പറയുന്നുണ്ട്. കൊർന്നേലിയസിൻ്റെ വീട്ടിൽ വിജാതീയനായിരുന്ന, അതായത് യഹൂദനല്ലാതിരുന്ന, ക്രിസ്ത്യാനികളല്ലായിരുന്ന ആൾ മാനസാന്തരപ്പെട്ടു, അയാൾ ക്രിസ്ത്യാനിയാവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പത്രോസാണ് അവിടെ നറുക്ക് വീഴുന്നത്, ദൈവം വിളിച്ചു വിടുന്നത് അവിടെ ചെല്ലാൻ. പത്രോസ് ഒരു ശുദ്ധനായ യഹൂദനായിരുന്നു പൂർണ്ണ അർത്ഥത്തിലും. അപരിച്ഛേദിതരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പോലും വിഷമിച്ചവനായിരുന്നു. പിന്നീട് അതൊക്കെ മാറി. അപ്പോൾ 10-ാം അധ്യായം 44-45 പറയുന്നുണ്ട്, അപരിച്ഛേദിതരുടെ മേലും പരിച്ഛേദിതരുടെ മേലും അപരിച്ഛേദിതരുടെ മേലും ഒരുപോലെ ആത്മാവ് നിറഞ്ഞു. പരിച്ഛേദന
ചെയ്തവർ അപരിച്ഛേദിതരായവരും പരിച്ഛേദനം ചെയ്യാത്തവരുമായ എല്ലാവരുടെയും മേൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ കൊർന്നേലിയൂസിൻ്റെ ഭവനത്തിൽ വെച്ച്. നിറഞ്ഞ കൊർന്നേലിയൂസ് ആരാ? വിജാതീയനാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് കണ്ട് യഹൂദരായ പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. കാരണം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ തെളിയിക്കുകയാണ് പുതിയ നിയമത്തിൽ എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം, അല്ലാതെ പരിച്ഛേദന യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, പരിച്ഛേദന സ്വീകരിച്ചവർക്ക് മാത്രമല്ല, ലോകത്തിലെ സർവ്വ സൃഷ്ടികൾക്കും സർവ്വജനതകൾക്കും വേണ്ടിയാണ് ദൈവം. അപ്പോൾ അവിടെ പറയുന്നുണ്ട്. ഇനി 11-ാം അധ്യായത്തിലും ഈ വിഷയം തന്നെ പത്രോസ് ജെറുസലേമിൽ ചെന്ന് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അവിടെയും ഇത് തന്നെ അവർ ചർച്ച ചെയ്യപ്പെട്ടു. പരിച്ഛേദനം സ്വീകരിക്കാതെ അവരെ കൊണ്ട് പരിച്ഛേദനം ചെയ്യിക്കണമെന്ന് ഒരു കൂട്ടർ യഹൂദരായ ഫരിസേയരും എല്ലാം കൂട്ടത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എഴുതിയിരുന്നു പറയുന്നത് പരിച്ഛേദനം അവരെ കൊണ്ട് ചെയ്യിക്കണമെന്ന്. അപ്പോഴാണ് പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്, നമ്മളെ മേൽ മാത്രമല്ല അവരുടെ മേലും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അവിടെ വെച്ച് അവർ ചെയ്യുന്നു, അതിന് നിർബന്ധിക്കണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെന്താണ് ചെയ്ത്? പരിച്ഛേദന ശരീരത്തിലല്ല ഹൃദയത്തിലാണ്, ആത്മാവിലാണ് ഇത് നടക്കേണ്ടുന്നതെന്ന്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഭയിൽ അതുകൊണ്ടാണ് നമ്മൾ അതിന് പകരമായിട്ട് എന്തുവാ ജ്ഞാനസ്നാനം മാമോദീസ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പരിച്ഛേദനമാണ്, അത് ആത്മാവിൽ നടക്കുന്ന പരിച്ഛേദനമാണ്. റോമർ അപ്പോൾ അങ്ങനെ തന്നെ ആദ്യമുള്ള പരിച്ഛേദനം ക്രിസ്തുവിന് ശേഷം അപ്പോൾ അവിടെ വെച്ച് ഇല്ലാതായി. ആ പരിച്ഛേദനത്തിൻ്റെ ആവശ്യമില്ല. റോമർ 2:29 പരിച്ഛേദന ഉണ്ടായിട്ടും തിന്മയിൽ നിന്ന് മനുഷ്യൻ മുക്തനാകുന്നില്ല എന്നാണ് അങ്ങോട്ടുള്ള 2:29 പറയുന്നത്. ഇതിനാലാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനം ആത്മീയമായ പരിച്ഛേദനമാണ്. അവനെ ദൈവം ആണ് അവനെ നീതീകരിക്കുന്നത്. ഹൃദയത്തിൽ പരിച്ഛേദനം നടക്കുന്നവനെയാണ്. അത് മറ്റുള്ളവരെ കാണിക്കാനല്ല, അത് ശരീരത്തിൽ പേറുകയല്ല ചെയ്യുന്നത്. പിന്നെയോ ആത്മാവിലാണ് ദൈവം അവനെ അനുഗ്രഹിക്കും. അവൻ്റെ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ അർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു മുൻപാഠം കൂടെ നമുക്ക് പറയാനുണ്ട്. അബ്രഹാം എപ്പോഴാണ് പരിച്ഛേദന നീതിമാനെന്ന് വിളിക്കപ്പെട്ടത്? 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അങ്ങനെ നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദന ചെയ്തപ്പോഴാണോ? അല്ല, അതിന് ശേഷമാണ്. നീതിമാനെന്ന് വിളിക്കപ്പെട്ടതിന് ശേഷമാണ് പരിച്ഛേദനമൊക്കെ ഉണ്ടായത്, അതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ 15:6 നീതീകരിക്കപ്പെട്ടവനായിട്ട് അബ്രഹാമിനെ കണക്കാക്കിയതായിട്ട് കാണുന്നുണ്ട്. അന്ന് അപ്പോൾ പരിച്ഛേദന ഉടമ്പടിയൊന്നുമില്ലായിരുന്നല്ലോ. അപ്പോൾ ഈ പരിച്ഛേദന ശരീരത്തിൽ പേറാത്തവൻ ചെയ്യാത്തവന് കൂടെ അബ്രഹാം പിതാവാകുകയാണ്. പരിച്ഛേദനം ചെയ്തവർക്ക് മാത്രമല്ല, ശരീരത്തിൽ പരിച്ഛേദനം ചെയ്യാത്തവർക്കും കൂടെ പിതാവാകുകയാണ്. അവിടെ അബ്രഹാം അപ്പോഴെന്താണ് പരിച്ഛേദന ഉടമ്പടി വരുന്നതിന് മുൻപ് ദൈവത്തിന് നീതിമാനായിരുന്ന ദൈവത്തിൻ്റെ മുൻപിൽ പരിച്ഛേദന ചെയ്തിട്ടില്ലെങ്കിലും വിശ്വാസം കൊണ്ട് ഹൃദയത്തിൽ പരിച്ഛേദന ഉണ്ടായിരുന്നു. ഹൃദയത്തിൽ ആ പരിവർത്തനം വന്നിരുന്നു, മാറ്റം വന്നിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ റോമർ 3:30 കൊളോസിയർ 3:11 ഇവിടെ എല്ലാം പറയുന്നുണ്ട്. ദൈവം എല്ലാവരുടെയുമാണ്. ഒരുവൻ്റെ വിശ്വാസത്തിന്മേലുള്ള പ്രവൃത്തി മൂലവും കൂടെ ആണ് അവന് ദൈവം നീതീകരിക്കപ്പെടുന്നത്. അല്ലാതെ വിശ്വാസത്തിന്മേലുള്ള പ്രവൃത്തി മൂലം, വിശ്വാസമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് കുടം നൂത്തി വയ്ക്കാൻ മറന്നുപോയി കോരി നിറച്ച് ഇഷ്ടം പോലെ വെള്ളം അങ്ങ് കോരി മണിക്കൂറുകണക്കിന് അധ്വാനിച്ചിട്ടും കുടം നിറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പോലാണ്. അപ്പോൾ വിശ്വാസം വേണം. ആ വിശ്വാസത്തിന്മേലുള്ള പ്രവൃത്തി മൂലമാണ്. വിശുദ്ധ യാക്കോബ് അത് തന്നെയാണ് പറയുന്നത്. വിശ്വാസമില്ലാത്ത പ്രവൃത്തി പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ചത്തതാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അതുപോലെ ഗലാത്യർ 3:11 ഇതിലെല്ലാം പറയുന്നതാണ്. റോമർ 6:3-4 അങ്ങനെ പുതിയ നിയമ പരിച്ഛേദനമായ മാമോദീസ വഴി നാം ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട്
റോമർ 8:17 പറയുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി മക്കളായി നമ്മൾ പരിവർത്തനം ചെയ്യപ്പെട്ടു. നമ്മൾ ആ ജ്ഞാനസ്നാനം വഴിയുള്ള ഹൃദയ പരിച്ഛേദനം കൊണ്ട് അത് ആണ്. അപ്പോൾ അങ്ങനെ പുതിയ നിയമത്തിലെ മാമോദിസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനമാണ് നമ്മുടെ പരിച്ഛേദനം, ക്രിസ്തുവിലുള്ള ആ അടയാളം, ക്രിസ്തുവിന് നമുക്കുള്ള അടയാളം നമ്മുടെ ഹൃദയത്തിലുള്ള ആത്മാവിലുള്ള പരിച്ഛേദനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇത് കേൾക്കുന്ന മറ്റുള്ളവരും പരിച്ഛേദനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തട്ടിവിടുന്നവരും പറയുന്നവരും ഒക്കെ മനസ്സിലാക്കണം. നിങ്ങൾ പരിച്ഛേദന സ്വീകരിച്ച ഒരു കൂട്ടരുണ്ടല്ലോ, എന്തുവ ചെയ്യുന്ന തിന്മ മാത്രമല്ല നന്മ ചെയ്യുന്നവർ വളരെ കുറച്ച് പേര് അവരിലുണ്ട്. അത് ഒരു മറ്റുള്ളവരെക്കാളുമൊക്കെ മനുഷ്യ സ്നേഹികളാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം, പരിച്ഛേദനം ശരീരത്തിലല്ല ആത്മാവിലാണ് നടക്കുന്നത്. ഇതാണ് ഞാൻ യെരമ്യായുടെ പ്രവാചക പുസ്തകം 9-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങൾ വായിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയും ഗ്രഹിച്ച് അത് മനസ്സിലാക്കണം. നമ്മൾ ഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾ വീണ്ടും കേട്ടൊന്ന് മനസ്സിലാക്കണം. അതുപോലെ ഞാൻ പറയുന്നത് ഇതുപോലെ ഫേസ്ബുക്കിൽ ഇത് ഞാൻ ലിങ്ക് ഇടത്തുള്ള യൂട്യൂബിലോട്ടുള്ള ലിങ്ക് അത് യൂട്യൂബിൽ നിങ്ങളത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ധാരാളമായിട്ട് പ്രചരിപ്പിക്കണം. കാരണം ഈ തിരിച്ചറിവില്ലാത്തവരാണ് ക്രിസ്ത്യാനികളായിട്ട്. ഞാൻ പറഞ്ഞില്ല, 2 കത്തോലിക്കരുടെ കമൻറ്റ് ഞാൻ കണ്ടിട്ട്, എൻ്റെ അല്ല മറ്റേ അവരുടെ ആരാണ്ട് ഒരു പെന്തക്കോസുകാരെന്ന് എനിക്ക് തോന്നുന്നില്ല, അവർ ആരാണ്ടയുടെ ഒരു വിദ്വാൻ്റെ ക്ലാസ്സിൽ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ട് ഇപ്പോഴാണ് ഞാൻ ബോധ്യം വന്നത്, ഞാൻ കത്തോലിക്കരായിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയില്ലായിരുന്നു. എന്തൊരു വിഡ്ഢിത്തമാണ്. ബൈബിള് ഉണ്ട്, എല്ലായ്പ്പോഴും പ്രസംഗമുണ്ട്, എല്ലാം ഉണ്ട്. ഇതിലൊന്നും പോകുന്നില്ല, കാണുന്നില്ല. എവിടെയെങ്കിലും ഒരു പൊട്ടന്മാരും എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും പറയും, അവരുടെ വയറ്റുപിഴപ്പിന് ഉത്തരമാണ് അവരുടെ ദൈവം, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിനെപ്പറ്റി പറയാനുള്ളത് അതാണ്. വിശുദ്ധ പൗലോസ് പറയുന്ന ഉദരമാണ് അവരുടെ ദൈവം. അപ്പോൾ അവർ പറഞ്ഞ കേട്ടപ്പോൾ അയാൾക്ക് അങ്ങാണ്ട് ബോധോദയം ഉണ്ടായി പോലും. എന്തോ ഒരു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുകയും വേണം, കേൾക്കുകയും വേണം മുഴുവനായിട്ട്. നമുക്ക് ഉപസംഹരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം.